അനീഷിന്റെ പറാട്ട നാടകമാണ് കേട്ടോ ഇപ്പോൾ ലൈവിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടു നിന്നിട്ട് സഹിക്കാനാവാതെ പൊട്ടിത്തെറിക്കുന്ന ഷാനവാസ്. വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് മറക്കാതെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. രാവിലെ ഇതിനെക്കുറിച്ചൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനീഷും ഷാനവാസും ആദിലയും തമ്മിൽ ആ ഒരു വിഷയം അവിടെ വെച്ച് അവസാനിപ്പിച്ചത്. ഇപ്പോൾ വീക്ക്ലി ടാസ്ക് തുടങ്ങി ആ ഒരു കാര്യത്തിലേക്ക് ഇവരെല്ലാവരും കടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മാറിയെന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ അനീഷ് സ്റ്റോർ റൂമിൻ്റെ അടുത്തുള്ള ഒരു ക്യാമറയിൽ പോയിട്ട് പറയുകയാണ്, ബിഗ് ബോസ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എൻ്റെ നെൽപ്പാടം വിറ്റിട്ടാണ് ഞാൻ PR കൊടുത്തതെന്ന് ഇവരെല്ലാവരും പറയുന്നുണ്ട്. അതൊന്ന് ബിഗ് ബോസ് ഒന്ന് പോയി അന്വേഷിക്കുന്നു. പിന്നെ ബിഗ് ബോസിന് വേറെ പണിയില്ല, അത് അന്വേഷിക്കലാണല്ലോ ബിഗ് ബോസിന് പണി. PR കൊടുത്തിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ബിഗ് ബോസ് അന്വേഷിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അതാ ഇന്നലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അത്തരത്തിലൊരു ടാസ്കുമായിട്ടൊക്കെ ബിഗ് ബോസ് വന്നത്. അനീഷിൻ്റെ ഈ പറത്ത നാടകമൊന്നും കണ്ടു നിൽക്കാൻ കഴിയാതെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഷാനവാസ് എത്തിയിരിക്കുകയാണ്. ഷാനവാസ് പറയുന്നത്, പ്രേക്ഷകരെ നിങ്ങൾ മണ്ടന്മാരാവരുത്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവൻ, അത് ഞാൻ നിൽക്കുന്നിടത്തോളം കാലം ഞാനത് സമ്മതിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വീണ്ടും നാടകവുമായി എത്തിയ അടിച്ചൊതുക്കി കയ്യിൽ കൊടുത്തുകൊണ്ട് ഷാനവാസ് എത്തിയിരിക്കുന്നു. ഇതെല്ലാം പ്രേക്ഷകരെ കാണിച്ചുകൊണ്ട് ബിഗ് ബോസും അനീഷിന്റെ കയ്യിൽ നിന്ന് പോയി. ഇനി എന്തായാലും ഈ ഒരു കാര്യത്തിലൊന്നും പറയാൻ പറ്റില്ല. അനീഷ് പറയുന്നത്, എൻ്റെ അനിയൻ എൻ്റെ അടുത്ത് അനീഷും ഷാനവാസും തമ്മിലുള്ള സൗഹൃദം നല്ലതാണ്, പ്രേക്ഷകർക്ക് ഇഷ്ടമാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. എന്നാൽ അനീഷിൻ്റെ വീട്ടുകാർ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന്. അനീഷിൻ്റെ വീട്ടുകാർ മാത്രമല്ല കേട്ടോ, എല്ലാ ഫാമിലി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. ഇവരുടെ ഫാമിലി റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ഓരോ കുടുംബാംഗങ്ങളുടെയും ഗെയിം ചേഞ്ച് നമ്മൾ പ്രേക്ഷകർ കാണുന്നതാണ്. അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരും വീട്ടുകാരും വയറും മനസ്സും നിറച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ കപ്പ് വാങ്ങിക്കാൻ തയ്യാറായി നിൽക്കുന്നവർ കുറച്ച് പേരുണ്ട്. അയ്യോ നമ്മുടെ കളിയൊക്കെ മോശമാണ് എന്ന് പറഞ്ഞ് ബാക്കോട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അക്ബറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അക്ബർ ഇപ്പോൾ കോമഡിയൊക്കെ പറഞ്ഞു തുടങ്ങി, വില്ലൻ കഥാപാത്രത്തിൽ നിന്നും മാറി നല്ല രീതിയിലേക്ക് മുന്നോട്ട് കളിച്ച് തുടങ്ങിയിരിക്കേണ്ട. ഒരുപക്ഷെ ഇങ്ങനെ അക്ബർ കളിക്കുകയാണെങ്കിൽ കപ്പ് അക്ബർ കൊണ്ടുപോകും. പിന്നെ ആര്യൻ്റെ കളിയാണെങ്കിൽ ആര്യനും ജിസേലും തമ്മിലുള്ള ഒരു കോംബോ നല്ലതല്ലെന്ന് മനസ്സിലായതുകൊണ്ട് ആര്യൻ മാറ്റി പിടിച്ചായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ജിസേലിൻ്റെ പുറത്താകലും കാര്യങ്ങളൊക്കെ വന്നത്. അനീഷ് ഒറ്റയ്ക്ക് കളിക്കാനാണ് അനീഷിൻ്റെ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത്, ഒറ്റക്കൊമ്പനായി നിൽക്കാൻ. അനീഷ് അതിന് അപ്പം മുതൽ തുടങ്ങി എല്ലാവരെയും വെറുപ്പിക്കലൊക്കെ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരുത്തരുടെ കേസ് എടുക്കുകയാണെങ്കിലും എല്ലാവരും പുറത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് വീട്ടിൽ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിലാണ് PR കാര്യം പൊങ്ങി വന്നിരിക്കുന്നത്. PR കൊടുത്തു വന്നവരുടെ കൂട്ടത്തിൽ PR കൊടുക്കാണ്ട് വന്ന് കഷ്ടപ്പെട്ട് കളിക്കുന്ന, കണ്ടന്റ് ഉണ്ടാക്കുന്ന, എൻ്റർടൈൻ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ട്, നിവിനെ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഞാൻ ഒരു PR സപ്പോർട്ട് ഇല്ലാണ്ട് തൻ്റെ കഴിവുകൊണ്ട് മാത്രം 60-64 ദിവസം പിടിച്ചു നിന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നിവിൻ. PR കൊടുത്തു വന്നവരൊക്കെ അടിച്ചൊതുക്കാൻ തന്നെയാണ് ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നത്. അതെന്തായാലും ബിഗ് ബോസ് നടപ്പിലാക്കിയിരിക്കും. നമുക്ക് നോക്കാം ആരൊക്കെ കുടുങ്ങും എന്നുള്ളത്. കാത്തിരുന്ന് തന്നെ കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.